City Gold, Gold and Diamonds, Kerala and Karnataka. എന്തിനേയും എതിർക്കുക, നുണകൾ പ്രചരിപ്പിക്കുക. നിലപാടുകളുടെ രാജകുമാരൻ ചില ക്യാപ്ഷൻസ് നുണകളുടെ രാജകുമാരനാണ്. ഇവിടെ നമ്മളെ LOP പുതുതായിട്ട് കേൾക്കുകയാണല്ലോ, അല്ലെ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അത് പോയി ഇപ്പോ LOP എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത OP ആയി മാറിയിരിക്കുന്നു. പറഞ്ഞത് മാറ്റി പറയുന്നതിനൊന്നും യാതൊരു ഉളുപ്പുമില്ല. നിമിഷ നേരം കൊണ്ടാണ് ഓന്തിന് പോലും ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ആദ്യം പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം കൊണ്ടുപോയത് ആരാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പത്രസമ്മേളനം കൂട്ടി നമ്മളെല്ലാവരും കണ്ടതാണ്, പറഞ്ഞതാണ്. പക്ഷേ കോടതി ചെന്നപ്പോ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യായ കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച, കേരളത്തിലെ വിദ്യാർത്ഥികൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, ആ ശിവൻകുട്ടിയെ ആക്ഷേപിച്ച നമ്മൾ കേട്ടല്ലോ. ഇവനെപ്പോലുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞെന്താ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ശിവൻകുട്ടിയോടുള്ള ഇത്ര ദേഷ്യം? എന്താണ് ആ ശിവൻകുട്ടിയോടുള്ള ദേഷ്യം എന്തെന്ന് ചോദിച്ചാൽ, അവർ തുറന്ന BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവാണ് ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയെ കണ്ടുകൂടാത്തത് ഇവിടെ. അപ്പോ മതേതര ജനാധിപത്യവാദിയാണ്. മത നേതാക്കന്മാരുടെ തിണ്ണ ഞാൻ നിരങ്ങിയിട്ടേയില്ല. മിനിറ്റുകൾക്കുള്ളിൽ സുകുമാരൻ നായർ പറഞ്ഞു 1.5 മണിക്കൂറായി എന്റെ തിണ്ണി നിരങ്ങിയതെന്ന്. പക്ഷേ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന അദ്ദേഹത്തിന് അതിന് മിണ്ടാട്ടമേ ഇല്ലായിരുന്നു. മെത്രാന്മാരുടെ സിനഡ് യോഗത്തിൽ പങ്കെടുക്കാൻ പോയി, ഔദ്യോഗിക വാഹനം ഒഴിവാക്കി, പൈലറ്റ് ഒഴിവാക്കി പോയി. ചോദിച്ചപ്പോ പങ്കെടുത്ത്. എന്തിനാ പോകുന്നത്? മതനേതാക്കന്മാരുടെ തിണ്ണ തിരങ്ങാൻ പോകത്തില്ലല്ലോ, പിന്നെ എന്തിനാ പോയത്? അവിടെ പറഞ്ഞത് പിന്നെ പോയതിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയെന്ന് വെച്ചാൽ ടയർ പഞ്ചറായി പോയിന്ന്. അതെ, നിങ്ങളുടെ വാഹനത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. എന്താണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത്? മോഹസിൻ സൂചിപ്പിച്ചു, പുതിയൊരു മെത്തേഡ്. ഇവിടെ കേരളത്തിന്റെ വികസനം ചർച്ചയില്ല, ക്ഷേമ പ്രവർത്തനം ചർച്ചയില്ല. ഇവിടെ ചർച്ച വിശ്വാസം, ജാതി, മതം. ആ തരത്തിൽ കനകേലുമാർ ഇവിടെ ഒരു പാർട്ടിയുടെ യോഗത്തിൽ അവരുടെ ക്യാമ്പിൽ നമ്മളെങ്ങാനും സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടോ? കനകേലുമാർ അവരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. പുള്ളിയാണ് അഡ്രസ് ചെയ്യുന്നത്, പുള്ളിയാണ് എന്തെല്ലാം വേണമെന്ന് പറയുന്നത്, ഉപദേശിക്കുന്നത്.